നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. മികച്ച സംവിധായകർ താളം തെറ്റിയ വർഷമാണ് 2025. ഇപ്പൊ മികച്ച സംവിധായകം എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്ക് പോലാണ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പം നല്ല ഗംഭീരമായിട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് വരണമെന്നില്ല സിനിമ. സിനിമ എങ്ങനെയാണ് സിനിമ എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. 100% പെർഫെക്റ്റ് കൂടി എല്ലാ സിനിമകളും ഇന്ന സംവിധാനം വിജയിക്കുമെന്നല്ല. പക്ഷെ ഈ പറഞ്ഞ സംവിധായകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമുക്ക് പൃഥ്വിരാജിലേക്ക് പോകാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യത്തെ സിനിമ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ്. അതും സൂപ്പർ താരം മോഹൻലാലിനോടൊപ്പം. അന്നേരം മോഹൻലാലും പൃഥ്വിരാജ് അഭിനയത്തിന്റെ ഇഷ്ടംപോലെ സിനിമകൾ അഭിനയിച്ച് കഴിവ് തെളിയിച്ച് അന്നേരം തന്നെ പറയുന്നുണ്ട്. ഓൾറെഡി പല സിനിമകളിലും ഡയറക്ടർ വെറും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുകയാണ്, പൃഥ്വിരാജാണ് മൊത്തം ചെയ്യുന്നത് എന്നുള്ള ടോക്ക് ഓൾറെഡി ഉള്ളപ്പോഴാണ് പൃഥ്വിരാജ് സംവിധായകന്റെ കുപ്പായം അണിയുമ്പം പല നടന്മാരും പറഞ്ഞു പൃഥ്വിരാജ് ഒരു രക്ഷയില്ലാത്ത സംവിധായകനാണ് എന്ന് പറയുകയും ചെയ്തതോടുകൂടി ഹൈപ്പ് കൂടി. ആ ഹൈപ്പിനൊത്ത് ഉയർന്ന സിനിമയാണ് ലൂസിഫർ. ആദ്യം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ വന്നു, മോഹൻലാലിന്റെ സിനിമയായിട്ട് വന്നു. ഈ പറഞ്ഞ പോലെ സിനിമ കോടികൾ വാരി, വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കോടികൾ വാരിയ ചിത്രമായി മാറി. പൃഥ്വിരാജിന്റെ ഫസ്റ്റ് സിനിമ മെഗാ ഹിറ്റ് എന്ന് മാത്രമല്ല മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളൊന്നായി മാറി. അതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ബ്രോ ഡാഡി. അത് തിയേറ്ററിൽ വന്നില്ല, OTT വന്നു. പക്ഷേ നൈസ് പടം എന്ന് പറഞ്ഞാൽ നൈസ് പടം. ഒരു പക്ഷേ തിയേറ്ററിൽ വന്നാലും ഇഷ്ടപ്പെടും. എനിക്ക് അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാൽ ഇതുവരെയും അധികം ഒരുപാട് നാളെ ശേഷം ഹലോയ്ക്കൊക്കെ ശേഷം ഇത്രയും ഹ്യൂമർ നന്നായിട്ട് വർക്ക് ചെയ്ത സിനിമ അതായത് ബ്രോ ഡാഡി തന്നെയാണ്. എല്ലാവരുടെയും കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ലാലു ലക്സ്, മീന, പൃഥ്വിരാജ്, കല്യാണി പ്രിയർസ് എല്ലാവരും തകർത്ത്, കുറച്ച് താരങ്ങളുള്ളെങ്കിലും എല്ലാവരും തകർത്ത് വാരിയ സിനിമ. നമുക്ക് നല്ല രസമായിട്ട് 1-2 വട്ടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെയായിരുന്നു ബ്രോ ഡാഡി. OTTയിൽ അത് നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചു. മൂന്നാമത്തെ ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാന് മുമ്പ് തന്നെ ഇത് തന്നെയാണ് പ്രശ്നം. അതായത് പൃഥ്വിരാജിന്റെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, പണ്ട് ഒരു തുടക്ക സമയം മുതൽ പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ ന്യൂനത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് സിനിമകളെ കുറിച്ച് ഒരുപാട് തള്ളി പറയും. സ്വന്തം സിനിമകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ത്യ വിഷനിൽ ഇന്ത്യൻ റുപ്പിയുടെ പ്രൊമോഷന് രഞ്ജിത്ത് മാത്രമാണ് വന്നത്, പൃഥ്വിരാജ് വന്നില്ല. അതായത് പൃഥ്വിരാജിനെ അന്ന് മാറ്റി നിർത്തി എന്ന് ഉള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ് 90%. അന്ന് ഈ ഇന്ത്യൻ റുപ്പിയുടെ പ്രൊമോഷൻ ഇന്ത്യ വിഷനിലും ബാക്കിയുള്ള അന്ന് ചാനലുകളിലാണല്ലോ, സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ ഇത്രയും പ്രസക്തമായിട്ടുള്ള രീതിയിലല്ല അന്നേരം ഇന്ത്യൻ റുപ്പിയുടെ രീതിയിൽ രഞ്ജിത്താണ് പ്രൊമോഷൻ നടത്തിയത്. കാരണം തള്ളിമറിക്കും, എൻ്റെ സിനിമ ഇന്നതാണെന്ന് തള്ളിമറിക്കുന്ന ഒരാളാണ്. പക്ഷെ എമ്പുരാനിൽ ഇദ്ദേഹം പറഞ്ഞു കുഞ്ഞു പടമാണെന്നൊക്കെ പറഞ്ഞാലും ഈ താരങ്ങൾ പറഞ്ഞു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, നമ്മുടെ മണിരത്നത്തിൽ രാജമൗലിയിൽ ഉണ്ടായ മകനാണെന്നൊക്കെ പറഞ്ഞങ്ങ് പൊക്കി. അതുപോലെ ഹൈപ്പും അതിന്റെ ട്രെയിലറും ഒക്കെ വന്ന് ഒരു രക്ഷയില്ലാതെ വന്നതിന് ശേഷം കളക്ഷനൊക്കെ നമുക്ക് നേടിയെന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സിയും അതുപോലെ കണ്ടന്റ് വൈസിൽ വളരെ വീക്കായ സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും ഒക്കെ വളരെ മോശമായ ഒരു സിനിമയാണ് എമ്പുരാൻ. എനിക്ക് തോന്നുന്നു അതോടുകൂടി പൃഥ്വിരാജ് മാർച്ചിൽ ഇറങ്ങിയ പടത്തിന് ശേഷം പൃഥ്വിരാജ് ആ ലൈവ് സിനിമയിൽ നിന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം ശരിക്കും മാറി നിന്ന അവസ്ഥയായി. ഇത് പൃഥ്വിരാജിന്റെ ഒരു ഒരു സിനിമ മതിയല്ലോ, അടുത്തൊരു ഗംഭീര സിനിമയോടുകൂടി തിരിച്ചു വരാനായി ഇവർക്ക് പ്രതിഭയുള്ളവർക്ക് പറ്റുമെന്നുള്ളത് സംശയം വേണ്ട. പക്ഷെ പരിപ്പോടെ സിനിമകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചടി കിട്ടും എന്നുള്ളതിന്റെ തെളിവിൽ ഒന്നാണ് എമ്പുരാൻ. രണ്ടാമത് നമ്മുടെ ലോകേഷ് കനകരാജാണ്. ഇദ്ദേഹം LCU എന്ന പേരിൽ വളരെയധികം ഭയങ്കരം പ്രശംസ പിടിച്ചു പറ്റിയ ഒരു രക്ഷയില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്, അധികം തള്ളാത്ത മനുഷ്യനാണ്. കൈദി ഇദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൈദിയാണ്. ലിയോയുടെ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് കൊണ്ടാണ്, അതിന്റെ ക്ലൈമാക്സ് കൊണ്ടാണ് ലിയോ അത്രയും വലിയൊരു ഹിറ്റാകുന്ന സിനിമ. ഒരു അത്യാവശ്യം പ്രതീക്ഷ ഹിറ്റ് കിട്ടാതിരുന്ന എനിക്ക് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. വിക്രമും ഗംഭീര സിനിമയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂലി എന്ന് പറഞ്ഞ സിനിമ രജനീകാന്ത് മാത്രമല്ല അമീർ ഖാനും ഒരുപാട് താരങ്ങളെ അണിനിരത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പരിപ്പോടി എന്ന് പറയുന്നത് ഇതിനേക്കാട്ടിൽ പൊളി വെറും തല്ലിപ്പൊളി സിനിമയായിട്ട് ഇറക്കിയ സിനിമ 8 നല്ല പൊട്ടി എന്നതാണ് കൂലി. ലോകേഷ് കനകരാജന്റെ LCU പലതും നടക്കത്തില്ലെന്ന് പോലും ഇതിനു ശേഷം പറഞ്ഞു. ലോകേഷ് കനകരാജന്റെ ഒരു മടക്കം ഇനി അടുത്ത സിനിമയിലൂടെ കൈദി 2 ഒക്കെ വരുന്നുണ്ട്, അതിലൂടെ തിരിച്ചു വരുമായിരിക്കാം. മൂന്നാമത്തെ ആൾ നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസന്റെ ഇന്നിറങ്ങിയ സിനിമ കരം. അതിനു മുമ്പേ ഇറങ്ങിയ
വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ട് അന്ന് തന്നെ നമ്മുടെ മീഡിയയ്ക്ക് അത് പറഞ്ഞാണ് വളരെ മോശം സിനിമ. വിനീത് ശ്രീനിവാസൻ ഇങ്ങനെയുള്ള സിനിമകൾ നിർത്തണം, കാരണം സ്റ്റോക്ക് തീർന്നു. ഹൃദയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ മാക്സിമം, ഹൃദയം എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടതൊന്നും സിനിമയല്ല, കാരണം അതിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു. തട്ടത്തിൻ മറയത്തും ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം പോലെ സിനിമകൾ ചെയ്ത, ഗംഭീര സിനിമകൾ ചെയ്ത, അരവിന്ദൻ്റെ അതിഥികൾ പോലെ, അരവിന്ദൻ അതിഥികൾ അദ്ദേഹം എനിക്കൊന്നു സ്ക്രിപ്റ്റിങ്ങോ എന്തോ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മാവനത് മോഹനാന്ന് തോന്നുന്നു എൻ്റെ ഡയറക്ടർ. അവർ കുറേ നല്ല സിനിമകളുടെ ഭാഗമായ വിനീത് ശ്രീനിവാസൻ ഇത് ധ്യാൻ്റെ തള്ളുകൊണ്ട് മാത്രം ഓടിയതാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അത് നെഗറ്റീവ് അഭിപ്രായം തന്നെയായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ കരവും ഈ പറഞ്ഞ പോലെ പരിപ്പുവടകൾക്ക് ഭയങ്കര ഫേമസായി എന്ന് പറയുന്ന പോലെ തന്നെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഇറക്കി ഒരുപാട് കാശ് മുടക്കുക. ഇരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടമാണ്. അന്നേരം ഇവരെല്ലാം ഇനിയും അടുത്തൊരു സിനിമകളിലൂടെ വീണ്ടും ഒരു കംബാക്ക് നടത്തണം. എങ്ങും പോയിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. സംവിധായകരൊക്കെ വളരെ കംബാക്ക് നടത്തില്ല. നടന്മാർക്ക് പിന്നെയും 3-4 സിനിമകളൊക്കെ പൊട്ടിയാലും പിടിച്ച് നിൽക്കാം. സംവിധായകർക്ക് വലിയ പാടാണ് ഇൻഡസ്ട്രിയിൽ. മലയാള സിനിമയിൽ അങ്ങനെയാണ്. അന്നേരം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ശ്രദ്ധിച്ചിറക്കിയില്ലെങ്കിൽ ഇനി ഇവർക്കെല്ലാം വളരെ ദോഷമായിരിക്കും. കാരണം മലയാള സിനിമ അത്രമാത്രം വളർന്നു കഴിഞ്ഞു. ലോക പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ 2018 മഞ്ഞുമൽ ബോയ്സ് പോലുള്ള പാൻ ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ. കാരണം മലയാള സിനിമ ഒരുപാട്, മലയാളി പ്രേക്ഷകർ ഒരുപാട് സിനിമകൾ കണ്ടു തുടങ്ങി കോവിഡിൻ്റെ കാലം മുതൽ. അന്നേരം അത്രയധികം സിനിമകൾ കണ്ട മലയാളി പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും തിയേറ്ററിൽ ഫാമിലിയായിട്ട് പോയി കാണാം എന്ന് പറയുന്ന സിനിമകൾ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ബ്രഹ്മയുഗം പോലെ ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ പോയി കാണാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആവേശം പോലെ ഞെട്ടിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റൊമാൻസ് തിരിച്ചു തരുന്ന നമ്മുടെ പ്രേമലു പോലുള്ള സിനിമകൾ കാണാനാണ് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കാരണം നല്ല സിനിമ ഏതാണെങ്കിലും പോയി കാണും മലയാളി പ്രേക്ഷകർ, അതൊന്നും സംശയം വേണ്ട. അന്നേരം ഇങ്ങനെയുള്ള പരിപ്പുള്ള സിനിമകൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മമ്മൂട്ടി ഒരു വട്ടം ശ്രീനിവാസനും രഞ്ജിത്തിനും മോശം സമയത്ത് ഡേറ്റ് നിങ്ങൾ എന്തിനാ കൊടുത്തതെന്നൊരു ഇൻ്റർവ്യൂവിന്, ചാനൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഡേറ്റ് കൊടുക്കും, ശ്രീനിവാസനും കൊടുക്കും, രഞ്ജിത്തിനും കൊടുക്കും. രഞ്ജിത്ത് അന്ന് തുടർച്ചയായി ഒരുപാട് ഇത്തവണ പരാജയപ്പെട്ടിരിക്കുകയാണ്. കൊടുക്കും, കാരണം അവർക്കുള്ള പ്രതിഭ എനിക്ക് വളരെ അറിയാം, അവരുടെ ഗംഭീര സിനിമകൾ അറിയാം, അവരുടെ പ്രതിഭയെ അവർക്ക് തകർക്കാൻ പറ്റത്തില്ല. അതിനുശേഷമാണ് ശ്രീനിവാസൻ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ഗംഭീര ചിത്രം എടുത്തത്. അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവായിരുന്നു. തിരക്കഥ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ്, പാലേരി മാണിക്യം, ഇന്ത്യൻ റുപ്പി തുടങ്ങിയ ഒരു രഞ്ജിത്തിൻ്റെ വർഷങ്ങളായി മാറി 1, 2, 3 വർഷം. കാരണം നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവരെല്ലാം ഗംഭീര തിരിച്ചുവരവ് വരട്ടെ, നല്ല സിനിമകളുമായി വരട്ടെ. താരങ്ങളോ ഒന്നുമല്ല, എന്തായാലും ഗംഭീര ചിത്രങ്ങളുമായിട്ട് ഇവരെല്ലാം തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കണ്ടു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.